കുംഭമീന മാസത്തിൽ അപ്പം കൂടുതൽ ചെയ്യുന്ന എന്താണെന്ന് പറയാം, കുംഭമീന മാസത്തിൽ അത് ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കാണത്തില്ല. മകരം, മലയാള മാസമാണ് നമ്മൾ എടുക്കേണ്ടത്. മകരം, കുംഭം, മീനം, മേടം വരെ ഈ 4 മാസങ്ങളിൽ മഴ കാണത്തില്ല. അപ്പം ഏറ്റവും കൂടുതൽ അന്നേരത്ത് എന്താ ചെയ്യാനാണ് എളുപ്പം, അപ്പന് എളുപ്പം ലാഭം പച്ചക്കറി ചെയ്യാനാണ്. പച്ചക്കറി, ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗങ്ങൾ വരില്ല. വരാത്തതിന്റെ കാരണം ചീര അപ്പൻ ഇവിടെ കൊണ്ട് നട്ടാൽ ചീരയിൽ മഴവെള്ളം വന്ന് വീഴുന്ന് ഈ മണ്ണിൽ നിന്ന് ചെളി ഇലകളിൽ ചെറിക്കും. അപ്പൊ ഫംഗസ് പിടിക്കും. മാർക്കറ്റിൽ പോകുമ്പോൾ ചീര ആരും വാങ്ങിക്കത്തില്ല. അപ്പൊ വേനൽ വരുമ്പോഴോ ചീര നമ്മൾ കൃഷി ചെയ്താൽ മഴയില്ല, കൂടുതൽ ലാഭം ഉണ്ടാക്കാം. ഇപ്പൊ മഴ സമയത്തല്ലേ മോളെ നെല്ല് നട്ടേക്കണ, അപ്പം ജലമുണ്ട്, അപ്പം നമുക്ക് നെൽകൃഷി ചെയ്യാം. ഓരോ കൃഷി ചെയ്യുമ്പോഴും അതിൻ്റെതായ ആ സീസൺ അനുസരിച്ച് ആ മഴ നമ്മളെ പ്രകൃതി നമുക്ക് തരുന്ന മഴയുടെ ആ സീസൺ അനുസരിച്ചാണ് ഓരോ കൃഷികൾ ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ ഈ ഉദ്ദേശിക്കുന്ന അപ്പൻ ഉദ്ദേശിക്കുന്ന ഇതിനു മുമ്പേ കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് എല്ലാവരും സമൂഹത്തെല്ലാവരും പറയുന്നത് ജില്ലാ തലത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞാണ്. അടുത്ത വർഷം ഇതിന് പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷം കൊടുക്കണമെന്ന് ഉദ്ദേശിച്ച് വെച്ചേക്കുന്നു. മോൾ ഉദ്ദേശിക്കുന്ന ഏത് തരം കൃഷിയാണ്, ഏത് കൃഷിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കുട്ടികൾക്ക് ആദ്യം ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് ആദ്യം ചെയ്യുന്നതാണ് പൂകൃഷി. പൂവുകളൊക്കെ നമ്മൾ നട്ട് ജമന്തിര വിത്തൊക്കെ കൊണ്ടിട്ട് നട്ട് അത് പരിപാലിക്കുമ്പം മക്കൾക്ക് മനസ്സിലാവും എത്ര വളർച്ചയുണ്ട്, എങ്ങനെയാണ് പരിപാലിക്കുന്നത്. അതേ കണക്ക് കുറച്ച് മറ്റുള്ള കൃഷിയിലേക്ക് തിരിയാം. ഈ പൂ ഇത്രയും വലുതാവാനുള്ള ഒരു കാരണം നമ്മൾ വിത്ത് ഉപയോഗിക്കുമ്പം ഹൈബ്രിഡ് നല്ല ഗുണനിലവാരമുള്ള നമ്മൾ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ഷർട്ടൊക്കെ മേടിക്കുന്നുണ്ട്. അതേ കണക്ക് നമ്മൾ വിത്ത് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈബ്രിഡ് വിത്ത്. ഇപ്പം അപ്പൻ്റെ തന്നെ ഈ കൊമ്പൻ വെണ്ടയ്ക്കയുടെ വിത്ത് ഇരിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത്രയും വലിയ വെണ്ടയ്ക്ക കണ്ടിട്ടില്ല. മാർക്കറ്റിലൊക്കെ സുലഭമായി കിട്ടുന്ന ഇത്ര വെണ്ടയ്ക്കല്ലേ. ഇപ്പം അപ്പൻ കൃഷി ചെയ്യണതെല്ലാം വേറിട്ട കണക്ക് നല്ല ഹൈബ്രിഡായി ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ലാഭകരമാണ്. എല്ലാവരും വന്ന് ഇങ്ങനെയുള്ള പൂ മായ്ക്കും മറ്റുള്ള ഒരു വിപണിയിലും ശരിക്കും നമുക്ക് കാശുണ്ടാക്കാം. അപ്പം സന്തോഷമായിട്ട് ജീവിക്കുക, ഹാപ്പിയാണ്. നല്ല ഓക്സിജൻ കിട്ടുന്നുണ്ട്. നല്ല ഈ പൂവുകളിലെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന നല്ല പുറന്തള്ളുന്ന ഓക്സിജനാണ്. അല്ല, തേങ്ങ പറിച്ചെന്ന് പറഞ്ഞാൽ അത് ഫാമറാണ്. അപ്പൻ്റെ തല്ല. അവർ ഉടയം വന്ന് വെട്ടി അവർ കൊണ്ടുപോകും. അവരൊക്കെ ഫാമറാണ്, വലിയ ഫാം.